ഇന്നത്തെ സെഷനിൽ നമ്മൾ വളരെ മഹത്വപൂർണമായ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ചെറിയ സ്റ്റോറിയിലൂടെ അത് പറയാൻ ശ്രമിക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. സ്കൂൾ എൻ്റെ 5ാം ക്ലാസ് 6ാം ക്ലാസ് അങ്ങനെ പല വർഷങ്ങളിലായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. സമയം കഴിയുന്നതോടുകൂടി ഞാൻ ഒരു കാര്യം അവനിൽ ഒബ്സർവ് ചെയ്തു. ഞാൻ എപ്പോഴെങ്കിലും അവനുമായിട്ട് സംസാരിക്കുമ്പം അവന് എൻ്റെ കൂടെയുള്ള കോൺവെർസേഷനിൽ അവനൊരു ഒരു കൈൻഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് ഇൻഡിഫറൻസ് ഇൻ ദ സെൻസ് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മൈൻഡ് ചെയ്യാറില്ല. അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, കാര്യമായിട്ട് നമ്മളായിട്ടുള്ള ഇന്ററാക്ഷനിൽ നമ്മളായിട്ട് വളരെയായിട്ട് മൈൻഡ് ചെയ്യാതായി. ഒരു 8ാം ക്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ഇവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, പക്ഷെ അവന് എന്നോടുള്ള ആ ഒരു അടുപ്പം ഇല്ല എന്നെനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇതേ കണക്ക് തന്നെയാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ചെയ്യുമ്പം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഭഗവാനും ഇതേ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ഭഗവാൻ നമ്മളുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുമ്പം ഭഗവാനും ചിന്തിക്കുന്നു, ഇവൻ എന്നെ വിളിക്കുകയാണ്. പക്ഷേ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ അകത്ത് മനസ്സിൽ പലതരം തോട്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പലതരം ചിന്തകളും പലതരം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേൾക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതേ സമയം തന്നെ നമ്മൾ വേറെന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപത്തിന് കൂടി നമ്മള് വേറെന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാനും ഇതേ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. ഞാൻ ഇവനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ്, ഞാൻ ഇവനുമായിട്ടൊരു എൻ്റെ ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. ഞാൻ ആ കഥ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള കഥയിലൂടെ ഇതാണ് ഞാൻ റിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതേ ഫീലിംഗ് ഭഗവാനും ഉണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു അപ്പൊ ഇതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം 11ാമത് ഏറ്റവും വലിയ ഒരു അപരാധമായി കൺസിഡർ ചെയ്യുന്നത് അറ്റൻറ്റീവായിട്ട് നമ്മൾ നാമജപം ചെയ്യുന്നില്ല എന്നതിനെ കുറിച്ചാണ്. കാരണം നമ്മൾ ഭഗവാന്റെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് അറ്റൻറ്റീവായിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നമ്മളും ഭഗവാനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് അത്ര സോളിഡ് ആയിട്ട് ഉണ്ടാവത്തില്ല. അപ്പൊ ഇതിനെ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന എന്തൊക്കെ എലമെന്റ്സ് ആണെന്ന് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാം. 5 മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന സമയത്തിൽ ഈ 5 പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. ഈ 5 പ്രോബ്ലംസിനെ നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപം ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു ശാശ്വത സംബന്ധം റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈസി ആവും. അപ്പൊ ഈ 5 മേജർ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാരണമാണ് ലയ. ഞാൻ ഫസ്റ്റ് ഇതിന്റെ സംസ്കൃത ടെർമിനോളജി മുഴുവനും ഡിസ്കസ് ചെയ്യാം. ലയ, രണ്ടാമത്തത് വിക്ഷേപ്, മൂന്നാമത്തെ കഷേ, നാലാമത്തെ രസാസ്വാദ്, 5ാമത്തത് അപ്രാപത്തി. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരിക, അല്ലെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ലയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ലയ എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നാണ് പറയുന്നത്. അപ്പം ലയ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്ഥലത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പം നമുക്ക് ഉറക്കം വരാനുള്ള ഒരു ടെൻഡൻസി നമ്മളിലുണ്ടാവും. ഇതൊരു തരത്തിലുള്ള ബ്ലോക്കേജ് ആണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ ധ്യാനത്തോടുകൂടി കേൾക്കാൻ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വലിയ കാരണമാണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഓവർകം എങ്ങനെ ചെയ്യാം? ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരാനുള്ള പലതരം കാരണങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ശാരീരികമായി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഉണ്ടാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉറക്കം പ്രോപ്പറായി
ഉണ്ടാവത്തില്ല, അത് കാരണം നമുക്ക് ഉറക്കം ഇപ്പോൾ വരികയായിരിക്കും. എന്ത് കാരണമായാലും അതിനെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. 3 സ്റ്റെപ്സ് നമുക്ക് എടുക്കാം ചാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ. മുമ്പുള്ളത് നന്നായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ചാൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഉറക്കം വരാറില്ല. പക്ഷെ നമ്മൾ ചാൻഡ് ചെയ്യുന്ന സമയമാണ് ഈ ഉറക്കം വരുന്നത്, ഈ ലയ നമ്മളെ എഫക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഒരു വളരെ ഈസി ആയ സ്റ്റെപ്പാണ് സ്ട്രെയിറ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഒരു ബൈ ഡിഫാൾട്ട് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും നമ്മൾ ഇപ്പൊ എന്തോ അറ്റൻറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. അല്ല നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലോ നമ്മൾ ലൈ ഡൗൺ ചെയ്താലോ എന്തോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ ലയ ആ സ്ലീപ്പി ഫീലിംഗ് നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ജപിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ, നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഉച്ചാരണം വളരെ വളരെ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അവി പ്രഭുപാദ്ജിയുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഓഡിയോ ഇപ്പം കേട്ടുകൊണ്ട് നമ്മൾ ജപിച്ചില്ലേ, അതില് പ്രഭുപാദ്ജിയുടെ ക്ലിയർ പ്രൊനൗൺസിയേഷൻ നമ്മൾ പഠിക്കാൻ ഒരു അവസരമാണ്. വളരെ ക്ലിയറും ഡിസ്റ്റിങ്ക്റ്റും ആയിട്ടാണ് പ്രഭുപാദ്ജി ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ഇങ്ങനെ ജപിക്കുന്നത് കൊണ്ട് നമ്മളെ മനസ്സ് കൂടുതലായിട്ട് അറ്റൻറ്റീവ് ആവും ഹരേ കൃഷ്ണ നാമജപത്തിൽ. അപ്പൊ നമ്മൾ ഉറക്കം വരുന്ന ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും നമ്മൾ അതിനെ തരണം ചെയ്യാൻ ഈ മെത്തേഡ് നമ്മൾ നാമജപത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് ശാസ്ത്രത്തില് ഭക്തി വിനോദ് ഠാക്കൂർ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ജപിക്കുക, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറും ഡിസ്റ്റിങ്ക്റ്റും ആയിട്ടുള്ള പ്രൊനൗൺസ് ചെയ്യുക. ക്ലിയർ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ പ്രൊനൗൺസിയേഷൻ ലൗഡ് ക്ലിയർ ഡിസ്റ്റിങ്ക്റ്റ്, ഈ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെ ഉച്ചസ്വരത്തില് ജപിക്കുക, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ജപിക്കുക, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ജപിക്കുക. ഈ 3 സ്റ്റെപ്പുകൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ഈ ലയ പ്രോബ്ലത്തിൽ നിന്നും ഓവർകം ചെയ്യും. ലയ എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്ന പ്രോബ്ലത്തിൽ നിന്നും ഓവർകം ചെയ്യാം. ഇത് ശരീരത്തിന്റെ സ്ഥലത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിള് അറ്റൻറ്റീവ് ആയിട്ട് നാമജപം ചെയ്യുന്നത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മനസ്സ്. ബിക്കോസ് നമ്മൾ ഉറങ്ങുന്നില്ല, പക്ഷെ നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടാണ് നാമജപം ചെയ്യുന്നത്, പക്ഷെ മനസ്സ് പലയിടത്തേക്ക് പോകും. ഇതിന് മനസ്സിന്റെ ലെവലിൽ 3 പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ വിക്ഷേപ്, കഷയ, രസാസ്വാദൻ. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്ഷേപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നാമജപം ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അകത്തൊരു ഇതിനെ ഇംഗ്ലീഷിൽ സെൽഫ് ടോക്ക് എന്നാ പറയുന്നത്. ഒരുപാട് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നാമജപം ചെയ്യാണ്, പക്ഷെ മനസ്സ് പലതരം സംസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സംസാരമാണ് ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ ഈ പ്ലാൻ ചെയ്യും, പ്ലാനിങ് നടക്കും, അല്ലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും, അല്ലെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിരിക്കും. നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് ജപിക്കുന്നത്, പക്ഷെ മനസ്സ് അതിൽ ഇൻവോൾവ് ചെയ്യാറില്ല. മനസ്സ് പലതരം പ്ലാനിങ്ങിലേക്ക് പോകും, എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് പോകും. ഇതിനെ പറയുന്നതാണ് വിക്ഷേപം. ഫ്യൂച്ചറിലേക്ക് മനസ്സ് പോവുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് എപ്പോഴൊക്കെയാണ് മനസ്സ് യഥോ നിശ്ചലത്തെ, മീൻസ് എപ്പോഴൊക്കെയാണ് മനസ്സ് ഇത് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? മനസ്സിനെ അവിടെ നിന്ന് പ്രസന്റിലേക്ക്, ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ബുദ്ധിയുടെ ഉപയോഗം ഇവിടാണ് വരുന്നത്. ബുദ്ധി നമ്മളെ മനസ്സ് എവിടെ പോയാലും അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ ഈ ശബ്ദ ധ്വനിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊരു വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള ഫേസ് ആണ്. പക്ഷെ ഇതിനെ ഓവർകം ചെയ്താൽ മാത്രമേ നമ്മളും ഭഗവാനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ.
ഇതിനെ പറയുന്ന പേരാണ് വിക്ഷേപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം മനസ്സിന്റെ ലെവലിൽ ഉണ്ടാകുന്നതാണ് കഷയ. കഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഈ ഫ്യൂച്ചറിലെ പ്രോബ്ലം അതേ കണക്ക് തന്നെ ഇന്നലത്തെ ദിവസത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വറീസിനെ കുറിച്ചോ ഫ്രസ്ട്രേഷനെ കുറിച്ചോ എന്തെങ്കിലും പാസ്റ്റിൽ നടന്ന ഇൻസിഡൻസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നമ്മൾ ദുഃഖിക്കുക, ലാമെന്റ് ചെയ്യുക, ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക. ഓൾറെഡി ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞു, പക്ഷെ നമ്മൾ പ്രസന്റില് ആ നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അയാൾ എൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ അയാൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഇങ്ങനെ പറയണമായിരുന്നു, ഇങ്ങനെയുള്ള ചിന്തകൾ നടന്നുകൊണ്ടേയിരിക്കും മനസ്സിൽ. ഇതിനെ പറയുന്ന പേരാണ് കഷയ. ഈ ഒരു പ്രോബ്ലത്തിനെയും നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? വീണ്ടും പാസ്റ്റിൽ നിന്നും പ്രസന്റിലേക്ക് മനസ്സിനെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ടുവരിക, വീണ്ടും ഡ്രാഗ് ചെയ്ത് പ്രസന്റിലുള്ള സൗണ്ട് വൈബ്രേഷനിലേക്ക് കൊണ്ടുവരിക. ഈ അഭ്യാസവും നമ്മുടെ ഡേ ടു ഡേ എല്ലാ ദിവസവും നമ്മുടെ നാമജപത്തിൽ ഈ ഒരു സ്ട്രഗിൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകും, അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് പോകും. ഇതിന്റെ രണ്ട് സംസ്കൃത വാക്കുകളാണ് വിക്ഷേപം, കഷയം. മൂന്നാമത്തെ ഒരു പ്രോബ്ലം മനസ്സിന്റെ ലെവലിൽ ഫേസ് ചെയ്യുന്നതാണ് രസാസ്വാദം. രസാസ്വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസ് എന്ന് വെച്ചാൽ ഇന്ദ്രിയ തൃപ്തിയെ കുറിച്ചുള്ള പലതരം കണ്ടംപ്ലേഷൻസ്, പലതരം ധ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ഒരു നമുക്ക് നന്നായിട്ട് തോന്നിയ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടാവാം. പക്ഷെ ആ ഇൻസിഡൻസ് നമ്മൾ നാമജപത്തിന്റെ സമയത്ത് ചിന്തിക്കരുത്. നമുക്ക് എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? നമുക്ക് നാമത്തിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെ നാമത്തിന്റെ ആ ധ്വനിയെ കേൾക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ധ്വനി നന്നായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തകളും അതേ തരത്തില് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ലീലയെ കുറിച്ചുള്ള ചിന്തകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ വേറെ കുറെ ഇന്ദ്രിയ തൃപ്തിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരികയാണ്. ഇന്നലെ കണ്ട എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെ കുറിച്ചോ, അല്ലെ ടി വിയിൽ എന്തെങ്കിലും കണ്ട ഏതെങ്കിലും ഒരു മൂവിയിലെ സീനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പോയി ഔട്ടിങ്ങിന് പോയപ്പോൾ നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷനെ കുറിച്ചോ, അത് നമുക്ക് രസം, നമുക്ക് അതിനെക്കുറിച്ച് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. പക്ഷെ അത് കൃഷ്ണ കോൺഷ്യസുമായിട്ട് ഒരു ഭഗവാനുമായിട്ടൊരു ഡീലിങ്സും ഇല്ല. അങ്ങനെയുള്ള കുറെ ചിന്തകൾ നമ്മളിലെ നാമജപത്തിന്റെ സമയത്ത് വരാം. അതിനെ പറയുന്ന പേരാണ് രസാസ്വാദം. ഇതിനെയും നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ഇതിൽ നിന്നും മനസ്സിനെ എഗെയിൻ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് ചിന്തകളിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്ര ഈവൻ 64 റൗണ്ട് ബി ചെയ്യുകയായിരിക്കാം. പക്ഷെ ഈ മൂന്ന് പ്രോബ്ലംസിൽ നമ്മൾ കംപ്ലീറ്റ്ലി എൻഡാങ്കിൾഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം വിക്ഷേപ്, കഷയ ഓർ രസാസ്വാദൻ, ഈ മൂന്ന് തോട്ട് പ്രോസസ്സിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് പോകും, അല്ലെങ്കിൽ അത് പാസ്റ്റിലേക്ക് പോകും, അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഇന്ദ്രിയ തൃപ്തിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പുറമേ നോക്കുമ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപമാണ് ചെയ്യുന്നത്. പക്ഷെ അകത്ത് ഈ മൂന്ന് തോട്ട് പ്രോസസ്സിൽ നമ്മൾ സൈക്കിളിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഓവർകം ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഞാൻ സച്ചിദാനന്ദ സ്വാമി മഹാരാജിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചായിരുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. അതിന് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മനസ്സിന് നമുക്ക് ഒരു കമാൻഡ് കൊടുക്കാം, മനസ്സിനോട് നമുക്ക് സംസാരിക്കാം. അത് ബുദ്ധി മനസ്സിനോട് സംസാരിക്കാൻ വെക്കും. ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിനോട് പറയുക, ഇപ്പോൾ ജപിക്കുന്ന ഈ മന്ത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ എവിടെയാണോ മനസ്സ് ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ജപിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലേക്ക് വരും. പിന്നെ ഇംഗ്ലീഷില് ബുർജൻ പ്രഭു ഇങ്ങനെ ഒരു അഫർമേഷൻ പറയും. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ്, അതിലൂടെ മനസ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസന്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കാണ്. ബുർജൻ പ്രഭുവിന്റെ ഒരു ജപ എന്നൊരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ട്രൈ ടു ഹിയർ വൺ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജപിക്കുന്ന ഈ മന്ത്രത്തിന് ശ്രദ്ധിക്കുക എന്ന് നമ്മളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസന്റ്. ഈ ഒരു ടെക്നിക്കാണ് ഇത്. ബുർജൻ പ്രഭു പ്രഭുപാജിയുടെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ജപ വർഷങ്ങളുടെ പ്രാക്ടീസിൽ ബുർജൻ പ്രഭു
സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്ത ആ, ഒരു ഒരു ഇൻസിഡന്റ് ആണിത്. എപ്പോഴും എപ്പോഴെപ്പോഴും മനസ്സ് അവിടെ ഇവിടെയും പോകുമ്പോൾ നമ്മളൊരു അഫോം ചെയ്യുക, ഹരേ കൃഷ്ണ മഹാമന്ത്രയിലെ ഇപ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അവിടെ ഇവിടെയും പോകുന്ന മനസ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസന്റിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത്, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ശരീരത്തിന്റെ സ്ഥലത്തിലുള്ള പ്രോബ്ലം ലയ, രണ്ടാമത് മനസ്സിന്റെ സ്ഥലത്തിലുള്ള പ്രോബ്ലം. മനസ്സിന്റെ സ്ഥലത്തിൽ 3 പ്രോബ്ലം ആണുള്ളത്. എന്ന് പറഞ്ഞാൽ വിക്ഷേപ്, 2 കഷയ, മൂന്നാമത് രസാസ്വാദം. എന്ന് പറഞ്ഞാൽ വിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക, കഷയ എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് ചിന്തിക്കുക, രസാസ്വാദം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇന്ദ്രിയ തൃപ്തിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ലെവലിലുള്ള പ്രോബ്ലം. നമ്മളെ ചേതനയുടെ ലെവലിലുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹൃദയത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളെ ഇന്റൻഷൻ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായ അസ്തിത്വം, ഈ സംഭവത്തിലേക്ക് വരും ഹൃദയം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്. ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേതന. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്രാപട്ടി. അപ്രാപട്ടി എന്ന് പറഞ്ഞാൽ നാമജപം ചെയ്യുകയാണ്, ഉറങ്ങുന്നുമില്ല, മനസ്സ് ഇവിടെ ഇവിടെയും പോകുന്നുമില്ല, പക്ഷെ നമുക്ക് ഒരു ഉത്സാഹമില്ല. നാമജപം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഉത്സാഹമില്ല. ഹരേ കൃഷ്ണ, പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കുക, നമ്മൾ ഉറങ്ങുന്നില്ല, പക്ഷെ ഒരു ഉത്സാഹം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ ഉത്സാഹം ഈ പ്രോബ്ലം ഹൃദയത്തിന്റെ പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഭഗവാനും നമ്മൾ ഈ ചെയ്യുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് വ്യക്തിക്ക് അത്രയും ഉത്സാഹം അയാളിൽ ഉണ്ടാവുന്നില്ല, എന്തൂസിയാസം ഉണ്ടാവുന്നില്ല. ഭക്തിയില് ഏത് കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്തൂസിയാസം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഉത്സാഹം. ഉത്സാഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിലേക്ക് വളരെ അഡ്വാൻസ്മെന്റ് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. ഒരാൾ ബിസിനസ് ചെയ്യാണ്, പക്ഷെ അയാൾക്ക് ആ ബിസിനസ് ചെയ്യുന്നതിൽ വളരെ ഉത്സാഹമില്ല, അയാളുടെ ബിസിനസ് ഫ്ലോപ്പ് ആവും. പഠിക്കുന്നതിൽ അയാൾക്ക് വളരെ എന്തൂസിയാസം ഇല്ല, അപ്പം ഇവൻച്വലി പഠിക്കുന്നതിൽ മാർക്കൊന്നും കിട്ടത്തില്ല, കാരണം എന്തൂസിയാസ്റ്റിക് ആയിട്ട് പഠിക്കുന്നില്ല. അതേ കണക്ക് തന്നെ നാമജപത്തിൽ നമ്മൾക്ക് എന്തൂസിയാസം വരുന്നില്ല, ഉത്സാഹം വരുന്നില്ല. അങ്ങനാണെങ്കിൽ ഭക്തിവിനോദ് താക്കൂർ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്തിനാണ് നമ്മൾ ഈ നാമജപം ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുത്ത് നമുക്ക് ചിന്തിക്കണം. എവിടെയോ നമ്മൾ ഈ ചെയ്യുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെയ്യുകയാണ്, പക്ഷെ എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തൂസിയാസം അവിടെ വരാത്തത്. അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഭക്തിവിനോദ് താക്കൂർ 3 പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം. ഒന്നാമത്തെ പ്രശ്നമാണ് ഞാൻ ആരാണ്. കാരണം നമ്മൾ ശരീരത്തിന്റെ സ്ഥലത്തിലാണ് മാക്സിമം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആരാണെന്നൊരു പ്രശ്നം നമ്മളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ശാസ്ത്രത്തിലൂടെയും പല പല ലെക്ചറുകളിലൂടെയും പല പല സാധു സംഘങ്ങളിലൂടെയും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി, അറ്റ്ലീസ്റ്റ് ബുദ്ധിയുടെ സ്ഥലത്തിൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രം കംപ്ലീറ്റ് ആയിട്ടൊരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. എപ്പോഴാണോ നമ്മളത് മറന്നു പോകുന്നത് അപ്പൊ നമ്മുടെ ഉത്സാഹവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഹൃദയത്തിന്റെ പ്രോബ്ലമാണ്. അപ്പം നമ്മൾ ഈ പ്രശ്നം ചോദിക്കും, ഞാൻ ആരാണ്? ഞാൻ ഒരു ആത്മാവ്, ഭഗവാന്റെ നിത്യദാസൻ. രണ്ടാമത് ഈ ഭഗവാൻ ആരാണ്? ഭഗവാൻ വിഭു ആത്മാവ്, ഭഗവാൻ എന്റെ ശാശ്വത് സ്വാമി. ഇത് ഇങ്ങനെ തന്നെയാണ്, ഈ ടെർമിനോളജിയിലാണ് ഭക്തിവിനോദ് താക്കൂർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ചൈതന്യ മീൻസ് ഹരിനാം ചിന്താമണിയിൽ. മൂന്നാമത് ഞാനിപ്പോ എന്ത് ചെയ്യുന്നത്? ഞാനിപ്പോ ഈ ഭൗതിക ജഗത്തിലാണ്. ഇവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ ആണ്, എൻ്റെ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ്, എൻ്റെ അകത്ത് ഒരു പരിവർത്തനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഉണ്ടാകുന്നത്. ഈ 3 പ്രശ്നങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളും ഭഗവാനുമായിട്ടുള്ള ആ കണക്ഷൻ ഉണ്ടാവും. ഞാൻ പറയുന്നതാണ് സംബന്ധം. ഈ പറഞ്ഞ പ്രോസസ്സിന് പറയുന്നതാണ് സംബന്ധ സ്മരണം. സംബന്ധം നമ്മളും ഭഗവാനുമായിട്ട്, നമ്മളെ റിലേറ്റീവുമായിട്ട് നമ്മുടെ ഒരു സംബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്.
അതേ കണക്ക് തന്നെ ഭഗവാനും നമ്മളുമായിട്ടൊരു ശാശ്വതമായ സംബന്ധമുണ്ട്. എപ്പോഴാണോ ആ സംബന്ധം നമ്മൾ മറന്നു പോകുന്നത്, നമ്മൾ ഭഗവാന് വേണ്ടി എന്ത് സേവ ചെയ്യുകയാണെങ്കിലും ആ സേവയിൽ നമ്മുടെ ഉത്സാഹം കുറയുന്നതിന്റെ മെയിൻ കാരണം നമ്മൾ ആ സംബന്ധം മറന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ 3 പ്രോബ്ലം ആണ് നമ്മളും ഭഗവാനുമായിട്ടുള്ള ആ ശാശ്വത സംബന്ധത്തിന് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞായിരുന്നു. ആ കഥയിലും ഇതേ കാര്യത്തിനെ കുറിച്ചാണ് ആ ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ഈ 5 ഫാക്ടറിനെ നമ്മൾ നന്നായിട്ട് അറ്റൻറ്റീവ് ആയിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാമജപം വളരെ അറ്റൻറ്റീവ് ആവും. അപ്പൊ 5 എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ലയ, ഉറക്കം വരിക. വിക്ഷേപം എന്ന് പറഞ്ഞാൽ മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. കഷയം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലെ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. രസാസ്വാദം എന്ന് പറഞ്ഞാൽ ഇന്ദ്രതൃപ്തിക്ക് കണക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. അപ്രാപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തൂസിയാസം, ഉത്സാഹം കുറയുക. സൊല്യൂഷനും ഞാൻ ഇന്നത്തെ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾ എല്ലാവരും ഇത് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അറ്റൻഷൻ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ശാശ്വത സംബന്ധം റിവൈവ് ചെയ്യാൻ. ഹരേ കൃഷ്ണ.